നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് കർത്താവായ യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണം എപ്പോഴാണ് നടക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. കർത്താവായ യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണം എപ്പോഴാണ് നടക്കുന്നത്? ഇതിന് മറുപടി നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം. ഈ 4 പേരുടെ സുവിശേഷത്തിലും ഇതിന് ഒരുപോലെ മറുപടി നൽകുന്നുണ്ട്. ഇതിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ്? കർത്താവായ യേശു പെസഹ അത്താഴ സമയത്ത് ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും. അനന്തരം യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഇതാണ് കർത്താവായ യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാന. അല്ലാതെ കർത്താവായ യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം ഭക്ഷിക്കുക മാത്രം ചെയ്തുകൊണ്ട് കർത്താവായ യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണം നടക്കുന്നില്ല. അത് പകുതി മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കർത്താവായ യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം ഭക്ഷിച്ചുവെങ്കിലും രക്തമാകുന്ന കാസ കുടിച്ചില്ലെങ്കിൽ കർത്താവായ യേശു സ്ഥാപിച്ച പാപമോചനത്തിനുള്ള തിരുവചനം പൂർത്തിയാകുന്നില്ല. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം ഭക്ഷിച്ച് രക്തമാകുന്ന കാസ കുടിക്കുവാൻ തന്നില്ലെങ്കിൽ അവർ കർത്താവായ യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്.